ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുബി ബ്ലോഗിലേക്ക് സ്വാഗതം. കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. കുറേ നാളായെന്ന് വെച്ചാൽ ഒരു മാസത്തോളമായി വീഡിയോ ചെയ്ത്. സുഖമില്ലായിരുന്നു, അത് കാരണം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഷോർട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇനി കടയിൽ പോയി നോമ്പ് കഴിഞ്ഞ് പിന്നെ കടയിൽ പോയി ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നതായിരുന്നു. മല്ലി, നേരിയരി, പയർ, എർസോ, വെള്ളപ്പയർ, പിന്നെ കാരിയപ്പം ചുടാമെന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങിക്കൊണ്ട് വന്നു. എന്താണെന്നറിയാമോ? വെള്ളം, പിന്നെ വെള്ളം ഗ്രീൻ ബീൻസ്. ഇന്ന് മക്രൂണി ഉണ്ടാക്കണം, അതിന് മക്രൂണി വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ വിനാഗിരി, പിന്നെ നമ്മുടെ നെയ്യുണ്ടല്ലോ, നെയ്യ്. എത്ര സാധനം വാങ്ങിയാലും ഒരു ആഴ്ച കഴിയുമ്പോഴൊക്കെ എല്ലാം തീരില്ലേ. പിന്നെ ഈസ്റ്റൻ്റെ നമ്മുടെ ചിക്കൻ മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ പതിവ് പോലെ പാത്രം കഴുകുന്ന സാധനം. പാത്രം കഴുകുന്നതല്ല, ഇത് കക്കൂസ് കഴുകുന്നതാണ്. കണ്ടോ? ഡോമെക്സാണ് വാങ്ങുന്നത് നമ്മളിപ്പം കക്കൂസ് കഴിയാൻ വേണ്ടി. അതിൻ്റെ ഉള്ളിലത്തെ കച്ചറയൊക്കെ എളുപ്പം പോയി. ഇത് വാങ്ങിയാൽ അതുപോലെ തന്നെ ഈ ഹാർപ്പിറ്റ് വാങ്ങിയാലും അതേ സെയിം തന്നെ. തറ കഴുകാൻ നല്ലതാണ് ഹാർപ്പിറ്റ്, ഡോമെക്സ്. പിന്നെ ലൈസോൾ ഉണ്ടാ, അടിപൊളി സാധനമാണ്. ഈ ലൈസോൾ ഒഴിച്ച് നമ്മൾ കഴുകുമ്പോൾ നമുക്കൊരു മണം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ തട്ടൊക്കെ ഈച്ച വരാതൊക്കെ ഭക്ഷണം കഴിച്ച് മേശയൊക്കെ തുടയ്ക്കാൻ വേണ്ടി ലൈസോൾ ഉപയോഗിക്കും. ലേശം വെള്ളത്തിൽ കലക്കിയിട്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഗോൾഗേറ്റ് രണ്ടും വാങ്ങി. ഒന്ന് സിബാക്കയുടെയും വാങ്ങി, ഒന്ന് ഗോൾഗേറ്റും വാങ്ങി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്നറിയാം? ടാറ്റയുടെ ഉപ്പാണ്, സാൾട്ട്. നമുക്ക് ഏറ്റവും നല്ല ഉപ്പ് ഉള്ളത് സാൾട്ടയാണ്. എന്ന് വെച്ചാൽ മറ്റേതിൽ ഉപ്പിൻ്റെ അകത്ത് പൂഴിമണ്ണുണ്ടാവും. ഇതാണ് ഒറിജിനൽ ഉപ്പ്, ടാറ്റയുടെ അടിപൊളി ഉപ്പാണ്. പിന്നെ മോന് അപ്പൂസിന് മുത്താറിയുണ്ട്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാമ്പാർ പരിപ്പുണ്ട്, കടലയുണ്ട്. പിന്നെ കടുക് തൂക്കിയാണ് വാങ്ങിയത്, ഇത്രയും വാങ്ങിയത്. വെള്ളക്കടല, നമ്മുടെ വെള്ളക്കടല ഉണ്ടല്ലോ, അതും വാങ്ങി. അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞ് പിന്നെയുള്ള സാധനം വാങ്ങിയതാണ് അത്യാവശ്യം. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. സുഖമില്ലാഞ്ഞിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. അത് കാരണം ഇനിയും നല്ല നല്ല വീഡിയോ ഇട്ട് വരുന്നുണ്ട്. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയുക? നമ്മൾ കുഴലടിച്ച് അന്ന് വെള്ളം, ഈ വേനൽക്കാലം വരുമ്പോൾ നമുക്ക് വെള്ളം കമ്മിയാണ്. കുഴലടിച്ചതാണ് ഇവിടെ നല്ല കുഴലടിച്ച് വെള്ളം കിട്ടി. എത്ര അടിക്ക് കിട്ടിയെന്നറിയാമോ? 60 അടിക്ക് വെള്ളം കിട്ടി. ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം കോരിയിട്ട് വേണം പായസം വെക്കാൻ. കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കുഴൽ അടുക്കളപ്പുറത്ത് അടിച്ചുകൊണ്ട് നല്ല സൗകര്യങ്ങളുണ്ട്. ഇത്രയും പോകണ്ടു അടുക്കളയോടുന്ന്. ഉണ്ടോ? 60 അടിക്ക് വെള്ളം കിട്ടി. പിന്നെ ഒരു 200 അടിയും കൂടെ അടിച്ച് കൂടുതലായിട്ട്. അത് കാരണം സന്തോഷമുണ്ട്. മറ്റേ വേനൽക്കഴിഞ്ഞ് മോട്ടർ വെക്കണം. മോട്ടറും കൂടെ വെച്ചാലല്ലേ നമുക്ക് വെള്ളം കരയിലെത്താൻ പറ്റൂ. പിന്നെ മഴ പെയ്ത് ഇടയ്ക്കിടയ്ക്ക് 2-3-4 മഴയൊക്കെ കിട്ടിയോണ്ട് ഏകദേശം കുറച്ചെല്ലാം പച്ചപ്പ് കാണുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് കുഴിച്ച് വെക്കണമെങ്കിൽ വെള്ളം ഇല്ലാതായാൽ പറ്റുമോ? വെള്ളം വേണ്ടേ? എല്ലാ ആവശ്യത്തിനും വെള്ളമല്ലേ വേണ്ടേ? ഒന്നും കുഴിച്ച് വെച്ചാൽ അങ്ങോട്ട് കിട്ടൂല, എല്ലാം ഉണങ്ങിപ്പോവും വേനലാകുമ്പോൾക്ക്. അത്യാവശ്യത്തിനേക്കുണ്ട് വെള്ളം ഇഷ്ടം പോലെ, വീട്ടിലേക്കുണ്ട്. പുറത്ത് പിന്നെ കുഴിച്ച് വെച്ചതിനൊന്നും ഒഴിക്കാൻ പറ്റൂല. മാവും സപ്പോട്ടയും പിന്നെ ചാമ്പയെല്ലാം ഒരുവിധം ഉണങ്ങിയായിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് സപ്പോർട്ടൊക്കെ തരണേ. എല്ലാവരും ലൈക്ക് ചെയ്ത് തരിക, സപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെയാണ്
പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്താണെന്നറിയാം, കോഴി വാങ്ങിയായിരുന്നു. ഇന്ന് മക്രൂണിയാണ് ഉണ്ടാക്കുന്നത്. കോഴി കഴുകുന്നുണ്ട്. കോഴി വാങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫഹദ് വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൂസുണ്ട്. ഹായ് പറഞ്ഞേ. ആ അത് തരാ. ഹായ് പറഞ്ഞേ. പായസം വെച്ചരാ. അത് വിനാഗിരി കോഴി കഴുകാൻ വേണ്ടി, കോഴി ചിക്കൻ കഴുകാൻ വേണ്ടി വിനാഗിരിയാണ്. അതെടുത്തുകൂടാ. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.